കൊണ്ട നാടകക്കാരികളുടെ കൂടെ കൊഞ്ചാനും പഴയും നടക്കുന്ന ഒരുത്തൻ. ഇന്ന് നിർത്തിക്കണം നിന്റെ നാടകം കളി. ഗ്രേസിക്കുട്ടി, തലമുറ തലമുറകളായി കൈമാറി വന്ന ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമാണ് നാടകം. അധികമാരും അറിയാൻ ഇടയില്ലെങ്കിലും അഭിനയ സാമ്രാട്ടായിരുന്ന വണ്ടിപ്പാപ്പന്റെ ധർമ്മഭക്തിയായ ഭവതിയാണോ എന്നോട് ഇങ്ങനെ പറയുന്നത്? ലജ്ജാവഹം. അമ്മേ, ഞാൻ റിഹേഴ്സലിന് പോയിട്ട് വരട്ടെ. വെരി നൈസ്. മാനസ സരോവരത്തിൽ കൂമ്പി വിടർന്നു നിൽക്കുന്ന ഒറ്റ താമര എന്റെ ശകുന്തള. അകമ്പടിക്ക ഇരുപുറവും രണ്ട് നെയ്യാമ്പലുകൾ, അനസൂയയും പ്രിയംവതയും. താതു കണ്ണൻ തവോ ഭൂവിൽ നിന്ന് ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? എത്തിയില്ലേ ശകുന്തളെ? ശകുന്തള ലജ്ജയോടെ എത്തിയിട്ടില്ല നാഥാ, എത്തിയിട്ടില്ല നാഥാ. ഇങ്ങനെ വെച്ചേ കൃഷ്ണൻകുട്ടി പ്രോം ചെയ്ത് കേട്ടില്ലേ? ഓ, ദുഷ്യന്തം വന്നാ പിന്നെ ശകുന്തള ദുർവാസാവനെ മൈൻഡ് ചെയ്യൂ. താന്ന് പോടോ കൊച്ചെ, ഇനിയെങ്കിലും പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. താത കണ്ണൻ എവിടെയെന്ന് ഞാൻ ചോദിക്കുമ്പോ ഒരു നാണത്തോടെ അടക്കത്തോടെ എത്തിയിട്ടില്ല നാഥ എന്ന് പറയണം. അല്ല ഓടിക്കാൻ ഇങ്ങോട്ട് കേറില്ല വേണ്ട. ഇവിടെ പകല് മുഴുവൻ വായി നോക്കിയിരിക്കുമ്പോ തനിക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുത്തൂടെ? പബ്ലിക് ടെലിഫോൺ ബൂത്ത് ചെന്നിരുന്ന് ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കാൻ എന്നെ കിട്ടത്തില്ല. എങ്ങനെ? ഈ പബ്ലിക് ടെലിഫോൺ ബൂത്തില്ലേ, ആ ബൂത്തിൽ ചെന്നിരുന്ന് ഈ ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കാനേ എന്നെ കിട്ടത്തില്ല. പറഞ്ഞ കേട്ടല്ലോ, ബൂത്തിപ്പോയിരുന്ന ഡയലോഗ് പറഞ്ഞു കൊടുക്കാൻ എന്നെ കിട്ടത്തില്ലെന്ന്. കൊച്ചെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? വെറുതെ എന്നിട്ട് ചാടിക്കരുത്. നമുക്കൊന്നുകൂടെ നോക്കാം. താതകണ്ണൻ തപോഭൂവിൽ നിന്ന് ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? ഡയലോഗ് പറയൂ. എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ലേ? ഇന്ന് രണ്ടിലൊന്ന് തീരുമാനം. എവിടെ എന്റെ തന്ത? താതകണ്ണൻ തപോഭൂവിൽ. താതകണ്ണൻ നിന്റെ എവിടെ നിന്റെ ഒറിജിനൽ തന്ത? കേക്ക് കൊട്ടാരക്കര. ഞാൻ പറഞ്ഞില്ല അവളെ കൊണ്ട് അഭിനയിക്കാനൊന്നും പറ്റൂല. അവക്ക് അതൊന്നും അല്ലടോ പരിചയം. ഓച്ചിറവേലുക്കുട്ടി, സെബാസ്റ്റ്യൻ കുഞ്ഞു കുഞ്ഞു ഭാഗവതർ, ഇവരൊക്കെ അഭിനയത്തിന്റെ കാര്യത്തിൽ എന്റെ മുമ്പിൽ ഒന്നും അല്ലായിരുന്നു. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല ചേട്ടാ, ഇത്രയും വലിയ നിലയിലിരുന്ന ചേട്ടായി പിന്നെ എന്ത് ഇപ്പൊ ഇങ്ങനെ ശുഷ്കിച്ചു പോയത്? എന്തോന്ന് ഇങ്ങനെ കോലം കെട്ട് പോയത് എന്തുകൊണ്ടാണെന്ന്? പ്രാരാബ്ദം. പ്രാരാബ്ദം വേറെ വല്ല പണിക്കും പോണം. നാടകത്തിന് ഇനി എത്ര ദിവസം ഉണ്ടെന്നാ? റിഹേഴ്സൽ തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായി. ആക്ടിങ്ങിന്റെ കാര്യം പോട്ട്, ഒരൊറ്റ ഡയലോഗെങ്കിലും തന്റെ മോള് നേരെ പറയുന്നുണ്ടോ? ഇതിനെ കൊണ്ട് ഞാൻ എങ്ങനെ സ്റ്റേജിൽ കയറും? മുതലാളി, അത് ഒന്നും പറയണ്ട. ഇപ്പൊ ഇതിനെ കൊണ്ട് ഇവിടെ ഇറങ്ങിക്കോണം. അലക്സൂട്ടി, ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഒന്നും ആലോചിക്കണ്ട. ഇപ്പൊ പെട്ടി എടുത്തോണ്ട് ചതിക്കല്ലേ മുതലാളി. ഒന്നും രണ്ടുമില്ല, 7 പെൺമക്കളാ. വേറൊരു നിവൃത്തിയില്ല ചേട്ടാ. ഇവളുടെ വരുമാനം കൊണ്ടാ കുടുംബം കഴിയുന്നേ. അലക്സൂട്ടി വരുന്ന വരട്ടെ, നമുക്ക് ഒരു ചാൻസ് കൂടി കൊടുത്തു നോക്കാം. അയ്യോ ചേട്ടാ, മേശിരി പറഞ്ഞോണ്ട് ഇന്ന് രാത്രിയോടെ ഞാൻ ചാൻസ് തരാം. നാളെ രാവിലെ ഞാൻ വരുമ്പോ നല്ല മണി പോലെ ഡയലോഗ് പറഞ്ഞില്ലെങ്കിൽ പറയും. താനല്ലടോ, തന്റെ മോള് പറയണം. അതെ, അവള് പറയും. കുട്ടി ഡയലോഗ് പഠിപ്പിച്ചോടാ. പോയിരുന്ന് പഠിക്കണേ. ചതിക്കല്ലേ മുതലാളി. പറഞ്ഞു കേട്ടല്ലോ, എല്ലാം ഭംഗിയാക്കണം, ഇല്ലെങ്കിൽ എന്റെ കട്ടയും ബോർഡും മടക്കും. കോമളം, നോക്ക്. എന്താ? ഈ ദുർവാസാവ് കൃഷ്ണൻകുട്ടിയുടെ ഹൃദയത്തിലേക്ക് നോക്ക്. ഇതിന്റെ കവാടം നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. വരൂ പ്രിയേ ശകുന്തളയെ. എന്റെ കൃഷ്ണൻകുട്ടി ചേട്ടാ, ഈ തപോവന ഭൂവിന്റെ സ്വച്ഛന്തതയിലിരുന്ന് സ്വച്ഛമായി മധു നുകരുമ്പോൾ നീ എന്നെ ടെൻഷൻ അടുപ്പിക്കല്ലേ ദുഷ്യന്തം കുട്ടി? ഞാൻ എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും? ഈ നാടകം കളിക്കാന്നുള്ളത് എന്റെ ഒരു സ്വപ്നമാണ്. അതിന് സ്വപ്നത്തിന് എന്ത് പറ്റി? ഇനി എന്തോന്ന് പറ്റാൻ? ആ കോമളത്തെ വെച്ച് ഇനി അഭിനയിപ്പിക്കാൻ പറ്റില്ല. അവൾക്ക് ഡയലോഗ് അറിയില്ല, അത് പോട്ടെ. അവളുടെ കുഴഞ്ഞുള്ള നടത്തവും ശൃംഗാരവും മൊത്തത്തിൽ മിസ്റ്റേക്ക്. എനിക്ക് റിഹേഴ്സൽ ക്യാമ്പിലോ സ്വസ്ഥതയില്ല, വീട്ടിലോ സ്വസ്ഥതയില്ല. ഇയാളെന്താ വായും പൊളിച്ചോണ്ടിരിക്കുന്ന കണ്ടതല്ലേ? എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഒരെണ്ണത്തിന്? മേസരി ഇത്തിരി വർക്കത്തുള്ള ഒരെണ്ണത്തിന് കൊണ്ടുവന്നു. നീ മിണ്ടരുത്, തലയിരിക്കുമ്പോ വാലാടരുത്. നിന്നെയും ചേർത്താ പറഞ്ഞ തലയാടിയാലും വാലാടിയാലും എനിക്ക് നാടകം കളിക്കണം. നാടകം കളിക്കാൻ ഞാൻ അതിനൊരു ശകുന്തള വേണം. അത്രേ ഉള്ളോ?
ഞാൻ കൊണ്ടുവരും. പണ്ട് ഇതുപോലൊരു വൈദ്യരനെ വന്നപ്പോ ഞാൻ കൊണ്ടുവന്നില്ലേ? അതിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്. ആണോ? ആ. ഓ, എങ്കിൽ വേറൊരെണ്ണത്തിനെ കൊണ്ടുവരാം. നല്ല അസല് വൈജയന്തിമാല. വൈജയന്തിമാല പോലൊരു മോഡലിനെ ഞാൻ കൊണ്ടുവരും. നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ. എന്ത് നാടകം ആവശ്യമുള്ള കാര്യമില്ല. അതെ, എങ്കിൽ കൊണ്ടുവരും. സത്യമായിട്ടും. സത്യമായിട്ടും. കഥ തുറക്ക. എന്താ നോക്കുന്ന? കഥ തുറക്കണേ. എല്ലാ ദിവസവും ഇങ്ങനെ വാതിൽ തുറന്നിട്ട് ഞാനിവിടെ കാണില്ല കേട്ടോ. നീ എവിടെ പോന്നു? വല്ല ചെറുക്കനെ കണ്ടുവച്ചിട്ടുണ്ട്? ഏ അങ്ങനൊന്നുമില്ല. കന്യാസ്ത്രീയാവും. അയ്യടാ, അത് നടക്കില്ല. നല്ല അന്തസ്സായിട്ട് 101 പവന്റെ ആഭരണവും 3 ലക്ഷം രൂപ സ്ത്രീധനവും കൊടുത്ത് എന്നെ കെട്ടിച്ചാ മതി. മനസ്സിലായോ? അയ്യോ, 101 പവനാ? അയ്യടാ, 101 പവൻ. കേട്ടോ അപ്പ മോളുടെ ഒരു പൂതി? കേട്ടടാ. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, ഗ്രേസിക്കുട്ടിക്ക് എത്ര പവൻ കിട്ടി? പോയി കിടന്ന് ഉറങ്ങടാ. ഒരു മിനിറ്റ്, 2 മിനിറ്റ്. ശ്വാസം വിടല്ലേ. ആയിട്ടില്ല, നിക്കേ. അയ്യോ, എന്റെ മുതലാളിയേ, എന്റെ പെണ്ണ് പോയേ. അയ്യോ അയ്യോ അയ്യോ, എന്റെ കാര്യം ഞാൻ ആരോട് പറയും? എന്ത് പറ്റി? എനിക്കിനി ആരാന്നോ? ആരെ? എന്റെ കൊട്ടാരക്കര ഭഗവതി അമ്മേ, എന്ത് പറ്റിയടോ? എന്റെ മോള് പോയ എന്റെ മുതലാളിയേ. എവിടെ എവിടെ? പാതിരാത്രിയിൽ ആ ദുർവാസാവ് എന്റെ മോളെ നാടകം പഠിപ്പിക്കാൻ നേരം വെളുത്തുമ്പോ എന്റെ പെണ്ണുമില്ല, ദുർവാസമില്ല. ഇതാ ഇത് എഴുതി വെച്ചു, രണ്ടും കൂടെ ഒരു പോക്ക് പോയ എന്റെ മുതലാളിയേ. പ്രിയപ്പെട്ട അച്ഛ, എന്നെ സ്നേഹിക്കുന്ന ഒരു ആത്മാവിനെ ഞാൻ കണ്ടെത്തി. ദുർവാസാവ് കൃഷ്ണൻകുട്ടിച്ചേട്ടൻ. ഞങ്ങൾ പോകുന്നു. ഇതൊരു ഒളിച്ചോട്ടമല്ല, ജീവിതയാത്രയാണ്. എന്നോട് ക്ഷമിക്കണം. ഞങ്ങളെ അന്വേഷിക്കേണ്ട എന്ന് സ്വന്തം മകൾ കൊട്ടാരക്കര കോമള. എന്റെ മാതാവേ. ശകുന്തള ദുർവാസാവിന്റെ കൂടെ ഒളിച്ചോടി പോവാന്ന് വെച്ചാൽ ഒരു പുരാണ ബോധമില്ലാത്ത പെണ്ണായി പോയല്ലോ. കലികാലമല്ലേ മേസ്ത്രി, ഇവള് മാറി അത് പിച്ചക്കാരന്റെ കൂടെ വരെ ഇറങ്ങി പോകുന്നത്. മേസ്ത്രിയുടെ കൂടെ വരെ. അതെ, ആക്കല്ലേ പുത്തമണ്ടി സ്ലീവർ. അതും ഇതും പറയാതെ ഇനി എന്ത് ചെയ്യാമെന്ന് ആലോചിക്കാം. ഇനി ആലോചിക്കാനൊന്നുമില്ല. നാടകങ്ങൾ ഇവിടെ വെച്ചങ്ങ് നിർത്തുക. മേശ്ശേരി, പണ്ടായിരുന്ന വെച്ചിട്ട് ഞാൻ തന്നെ നാടകം കളിച്ചു തരായിരുന്നു. ഇതേ ഹനുമാന്റെ കഥയല്ല, ശകുന്തളയുടെ. ചേട്ടന്റെ മറ്റേ പാർട്ടി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നാടകം നിർത്തണം? മറ്റേ പാർട്ടിയോ? ഏത് പാർട്ടി? വൈജയന്തി മാല. ആ, അവര് കൊള്ളാം. ശകുന്തളയ്ക്ക് പറ്റിയതാ. അവര് വിളിച്ച വരുവോടോ മമ്മൂഞ്ഞെ? എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയും? ആ, അതും ശരിയാ. അവരിപ്പോ MP-യോ മന്ത്രിയോ ഒക്കെ അല്ലേ? തമാശ കളിക്കല്ലേ? ഇന്നലെ ബാറിലിരുന്ന് പറഞ്ഞില്ലേ വൈജയന്തി മാല പോലെ ഒരു പെണ്ണുണ്ടെന്ന്? ബാറിൽ ആര് പറഞ്ഞു? എന്ത് പറഞ്ഞു? പറഞ്ഞു. പറഞ്ഞില്ലേ? പറഞ്ഞു. അത് വെള്ളത്തിന്റെ പുറത്തല്ലേ? വെള്ളം ഇറങ്ങിയപ്പം ഓർമ്മയും പോയി. ഇനിയിപ്പോ കേറ്റണം. ആ, കേറ്റാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓർമ്മ വരുന്നുണ്ടോ? പരമേശ്വരി ആരാ സുന്ദരി? നീ ആ ഹോട്ടലിൽ കൊടുക്കേണ്ട കാർ തൈരല്ല, കുറച്ച് ഗ്രീസ് എടുത്ത് ഒഴിച്ചോ. ഞാൻ ശരിയാക്കാം.